മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാവാൻ. സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ സെൻറ് തോമസ് മിഷനറി സമൂഹത്തിൻ്റെ സുവർണ ജൂബിലി സമ്മാനം. കടുകുമണി അപ്പസ്തലോയി അയക്കപ്പെട്ടവർ. MSTയുടെ മാധ്യമ വിഭാഗമായ ഇമ്പാക്റ്റും ശാലോം TVയും ചേർന്നൊരുക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം. പ്രേക്ഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിയിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. യേശുനാഥൻ താതനയച്ചൊര പ്രേക്ഷിതൻ, അമ്മ മേരി സഹകാരിണി പ്രേക്ഷിത, അപ്പസ്തോലന്മാർ യേശു അയച്ചതാം പ്രേക്ഷിത, പ്രാണനേകിയ ആദ്യ ധീര രക്തസാക്ഷികൾ. പ്രേക്ഷിത വഴിയിൽ ചിന്തിണമൊഴുക്കി ഇന്നും അനേകം ധീര. പ്രേക്ഷിതർക്കായി അഞ്ജലി കൂപ്പാം എന്നെന്നും തിരുസവിധി. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം. പ്രേക്ഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിയിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. എൻ്റെ പ്രിയ കടുകുമണി അപ്പസ്തലോയ് കൂട്ടുകാരെ, ഇന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മുടെ ക്ലാസ് നാം ആരംഭിക്കുന്നത് അല്ലേ. ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സാണ്. നമ്മളെല്ലാവരും ഒന്നിച്ച് ഫ്ലോറിലുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈശോ പറഞ്ഞതാണ്, പോകുവിൻ പ്രഘോഷിക്കുവിൻ. ഈശോ പറഞ്ഞ ഈ വചനവുമായി ബന്ധപ്പെട്ട് മനോഹരമായൊരു ഗാനം നമ്മുടെ പക്കലുണ്ട്. അത് വെച്ച് നിങ്ങൾ നല്ലൊരു ഡാൻസ് ഒരുങ്ങിയിട്ടുണ്ട്. ആ പാട്ട് കേട്ട് ആ ഡാൻസ് കളിച്ച് നമുക്ക് ഈശോയെ അങ്ങ് സ്തുതിക്കാം. അതിനുശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. റെഡിയല്ലേ? പോകുവിൻ പ്രഘോഷിക്കുവിൻ, പാരിതിൽ പ്രകാശിക്കുവിൻ. പോകുവിൻ പ്രഘോഷിക്കുവിൻ, പാരിതിൽ പ്രകാശിക്കുവിൻ. വചനം പകർന്നു നൽകുവിൻ, മിശിഹാതൻ സാക്ഷിയാകുവിൻ. വചനം പകർന്നു നൽകുവിൻ, മിശിഹാതൻ സാക്ഷിയാകുവിൻ. പോകുവിൻ പ്രഘോഷിക്കുവിൻ, പാരിതിൽ പ്രകാശിക്കുവിൻ. വചനവിത്തുകൾ ആകി ഞങ്ങൾ ജീവിത സാക്ഷ്യമേകിയെന്നും ഘോഷിച്ചിടും ഭൂവിലെങ്ങും തിരുനാമം യേശുനാമം. വചനവിത്തുകൾ ആകി ഞങ്ങൾ ജീവിത
എന്താ ഡാൻസ് എന്താ ഡാൻസ്, ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഞാനൊന്ന് നിങ്ങളുടെ കൂടെ കൂടാനുള്ള ശ്രമം നടത്തി, അത്ര വിജയിച്ചില്ല. എങ്ങനെയാ വചനവിത്തുകൾ പാടി ഞങ്ങൾ, എങ്ങനെയാ ചെയ്യാതെ? ആ അങ്ങനെയാണല്ലോ, അതൊരു താളത്തിൽ കളിക്കണം അല്ലേ? ഗുഡ്, ബ്യൂട്ടിഫുൾ. ഇതാണ് പ്രഘോഷണത്തിന് ഒരു ഈണമൊന്നും വേണം നിർബന്ധമില്ല, നമ്മുടെ ഉള്ളിലുള്ള ആ എനർജിയാണ് അല്ലേ? ഒന്നിച്ച് തമ്പുരാനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മൾ കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥത, ആ ഒരു എനർജി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടാലന്തുകൾ നമുക്ക് കിട്ടിയത് പലതാണ്, പക്ഷെ നമ്മൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ അതിന് ഒരു സത്യസന്ധതയുണ്ട്, ഒരു ആത്മാർത്ഥതയുണ്ട്. അതിന് പ്രതിഫലം തമ്പുരാൻ തീർച്ചയായും നമുക്ക് തരും. അപ്പോൾ എൻ്റെ പ്രിയ കടുകുമണി അപ്പസ്തലോയി കൂട്ടുകാരെ, എന്താ നമുക്ക് ഈ പാട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്? സുവിശേഷം പ്രഘോഷിക്കുക, ഈശോയ്ക്ക് സാക്ഷിയാവുക. സുവിശേഷം പ്രഘോഷിക്കുക, ഈശോയ്ക്ക് സാക്ഷിയാകുക. ഇത് നമ്മളോട് കൃത്യമായിട്ട് ഈശോ പറയുന്നുണ്ട്. ഈശോ നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. കിരണൊന്ന് വായിച്ചേ, മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അവൻ അവരോട് പറഞ്ഞു, ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. ആ പ്രഘോഷിക്കാൻ ആരാ പറഞ്ഞ? ഈശോ പറഞ്ഞിട്ടുണ്ടല്ലേ. നമ്മളൊരു പണി ഏൽപ്പിച്ചിട്ടുണ്ട് ഈശോ. അപ്പോൾ ഒരു പണി ഏൽപ്പിച്ച സ്ഥിതിക്ക് അത് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇനി എന്താണ് പ്രഘോഷിക്കേണ്ടത്? എന്താണ് പ്രഘോഷിക്കേണ്ടത്? ആരാ ഒരുങ്ങി വന്നിരിക്കുന്നത്? ഒരു ബൈബിൾ വാചകം ഒരുങ്ങി വരാൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ, മോളോടാണോ? വായിച്ചേ. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അങ്ങനെയെങ്കിൽ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ലക്ഷ്യം എന്താ? ആർക്ക് പറയാം? യേശു പ്രവർത്തിച്ചതുപോലെ തന്നെ പ്രവർത്തിക്കുക. യേശു പ്രവർത്തിച്ചതുപോലെ തന്നെ പ്രവർത്തിക്കുക. വെരി ഗുഡ്. പിന്നെ മറ്റുള്ളവർക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. മറ്റുള്ളവർക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഈശോയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. ഈശോയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. ഒക്കെ ശരിയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഈശോ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്വർഗരാജ്യം സമാഗതമായി അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. സുവിശേഷത്തിൽ വിശ്വസിക്കുക. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാവരെയും അനുതാപത്തിലേക്ക് നയിക്കണം. ഈശോയെ കാണിച്ചു കൊടുക്കാൻ ഉതകുന്നതായിരിക്കണം. ഒരു പ്രവർത്തനം കൊണ്ട് അവസാനിച്ചിട്ട് കാര്യമില്ല. മനസ്സിലാകുന്നുണ്ടോ? ഒരു പ്രവർത്തനത്തിൽ, അതായത് നമ്മൾ ഒരാൾക്ക് വീട് പണിത് കൊടുത്തു, ഒരാളെ പഠിപ്പിച്ചു, ഒരാളെ ശുശ്രൂഷിച്ചു, അങ്ങനെ ഒത്തിരി പരിപാടികൾ നമുക്ക്, ഒത്തിരി പ്രോഗ്രാംസ് നമുക്ക് ഈശോയുടെ നാമത്തിൽ ചെയ്യാം. പക്ഷേ അതൊരു അവസാനമല്ല. നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ട് ജനം മനസ്സിലാക്കണം ഇതിൻ്റെ പുറകിലുള്ള ചേതോവികാരം എന്താണെന്ന്. ഈശോയെ പ്രതിയാണ് നാം ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈശോയിൽ വിശ്വസിച്ചാൽ, ഈശോയെ സ്വീകരിച്ചാൽ നമ്മൾ ചെയ്യും പോലെ മറ്റുള്ളവർക്കും ചെയ്യാം. ആ സന്തോഷം അവർക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. അതിനുവേണ്ടി നമ്മളവരോട് പറയണം, അനുദപിക്കുവേൻ, ഈശോയിൽ വിശ്വസിക്കുവേൻ. അതാണ് മിഷൻ പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ ലക്ഷ്യം. അനുതാപം ഉളവാക്കുന്നില്ല എങ്കിൽ, ഈശോയെ അറിയുന്നില്ല എങ്കിൽ ഈ വിശ്വാസ പ്രഘോഷണ പരിപാടികൾ, വിശ്വാസ പ്രഘോഷണ പ്രോഗ്രാംസ് വെറുതെയാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും ഭംഗിയായിട്ട് നമ്മൾ പഠിച്ച സ്ഥിതിക്ക് നമ്മുടെ തീം സോങ്ങിൻ്റെ കോറസ് ഒന്ന് പാടി അഭിനയിച്ചാലോ? വെരി ഗുഡ്, വന്നോളൂ. ആരായി പ്രാവശ്യം വരുന്നത്? കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാൻ. പ്രേക്ഷിതവായലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിയിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലോക മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലോക മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. വെരി ഗുഡ്. ഡാൻസ് കളിച്ച് ഞങ്ങൾക്ക് നല്ല ഈ ഒരു ബ്രേക്ക് തന്ന പ്രിയ കൂട്ടുകാർക്ക് ഒത്തിരി നന്ദി.
അന്നുമോള് നമ്മുടെ വേദപാഠ പുസ്തകത്തിൻ്റെ 21-ാമത്തെ പേജിലെ 2-ാമത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. കേവലം മനുഷ്യരുടെ ഭൗതിക പുരോഗതിയും ഐശ്വര്യവുമല്ല സഭയുടെ സുവിശേഷ പ്രഘോഷണത്തിന് ലക്ഷ്യം. പ്രത്യുത വിശ്വാസത്തെ സന്മാർഗത്തെ സംബന്ധിച്ച ഈശോമിശിഹായുടെ പ്രബോധനങ്ങൾ പഠിപ്പിച്ച് മനുഷ്യമഹത്വവും സഹോദര്യവും വളർത്തി ക്രമേണ മനുഷ്യകുലത്തെ ദൈവത്തിലേക്ക് നയിക്കുന്ന മാർഗമാവുക എന്നതാണ്. അപ്പോൾ നമ്മൾ വായിച്ചത് കേട്ടായിരുന്നു. ഭൗമികമായ പുരോഗതിയോ ഐശ്വര്യമോ മാത്രമല്ല സഭയുടെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ലക്ഷ്യം. മറിച്ച് വിശ്വാസത്തെയും സന്മാർഗത്തെയും ഈശോയുടെ ചിന്തകളെയും വചനങ്ങളെയും കുറിച്ച് പഠിപ്പിച്ച് മനുഷ്യൻ്റെ ഐക്യവും സാഹോദര്യവും വളർത്താൻ. എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിൽ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ് മനുഷ്യൻ്റെ ഉള്ളിൽ ആ ഒരു അനുതാപം ഉണ്ടാക്കി ദൈവരാജ്യം സമാഗതമായി എന്ന് അവർക്കെല്ലാവർക്കും മനസ്സിലാകണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരണം. ഒരു കൊച്ചു കഥ പറയട്ടെ. മാർട്ടിൻ്റെ കഥയാണ്. വളരെ മിടുക്കനാണ് ആൾ പഠിക്കാൻ. ക്ലാസ്സിലൊക്കെ നല്ല ചെറിയ ചെറിയ പരീക്ഷയ്ക്കൊക്കെ നല്ല മാർക്കാണ്. ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അല്പം സെൽഫിഷാണ്. നന്നായിട്ട് പഠിക്കുമെങ്കിലും ആ തനിക്കറിയാവുന്ന കഴിവ് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ താല്പര്യമുള്ള ഒരാളല്ല മാർട്ടിൻ. ക്ലാസ്സിൽ ഒന്നാമനാകണം, എല്ലാവരേക്കാളും കൂടുതൽ മാർക്ക് മേടിക്കണം, എല്ലാവരേക്കാളും നന്നായിട്ട് ഷൈൻ ചെയ്യണം എന്നുള്ള ആഗ്രഹം മാർട്ടിനുണ്ട്. നല്ല ബുദ്ധിയുമുണ്ട്. പക്ഷേ ഇത് മറ്റൊരു വ്യക്തിയായിട്ട് ഷെയർ ചെയ്യാൻ അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ ടെൻഷനും ഒക്കെ ഉള്ളതുകൊണ്ട് പലപ്പോഴും പരീക്ഷ എഴുതുമ്പോൾ പഠിച്ച നല്ലൊരു ശതമാനം സംഗതി അദ്ദേഹം മറന്നുപോകും. അതുകൊണ്ട് മാർക്ക് കിട്ടുമ്പോഴോ എല്ലാവരേക്കാളും അങ്ങനെ ഒത്തിരി മുന്നേ ഒന്നും എത്താൻ അദ്ദേഹത്തിന് കഴിയാറില്ല. ഒരു എന്താ പറയുന്നത് 8-ാം റാങ്ക് 9-ാം റാങ്ക് അത്രയൊക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് അപ്പൻ്റെ കൂടെ പുള്ളി വികാരേശൻ്റെ അടുത്ത് വന്നിരിക്കുക. അപ്പോൾ വികാരേശൻ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് വികാരേശൻ പറഞ്ഞു, മാർട്ടിന് ഇനി മുന്നോട്ട് നല്ല രീതിയിൽ പഠിക്കണമെങ്കിൽ ഏറ്റവും നല്ല വഴി മാർട്ടിന് അറിയാവുന്ന കാര്യങ്ങൾ ക്ലാസ്സിലുള്ള പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള കുട്ടികളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുക. അവർക്കൊരു ചെറിയ ട്യൂഷൻ പോലെ ഞാൻ കൊടുക്കുക. മാർട്ടിൻ്റെ വീട്ടിലെ കൂട്ടുകാരെ ഒക്കെ വിളിച്ചിരുത്തി മാർട്ടിന് അറിയാവുന്ന കാര്യങ്ങൾ അവരെയും കൂടെ പഠിപ്പിക്കുക. അപ്പോൾ അവരും ഉയർന്നു വരും, മാർട്ടിൻ്റെ ഉള്ളിലും അത് നന്നായിട്ട് പതിയും. മാർട്ടിന് ആദ്യം അത്ര വലിയ സന്തോഷമൊന്നുമില്ലായിരുന്നു. കാരണം മാർട്ടിൻ പഠിപ്പിച്ച് മാർട്ടിനേക്കാളും വലുതായിട്ട് ആരെങ്കിലും പഠിച്ച് മുന്നോട്ട് പോയെങ്കിലോ. എങ്കിലും മാർട്ടിനൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിച്ചു. ആദ്യം വലിയ താല്പര്യമില്ല. പിന്നെ കൂട്ടുകാരുടെ ആ സന്തോഷവും ഒക്കെ കണ്ടപ്പോഴത്തേക്കും മാർട്ടിന് സന്തോഷമായി. മെല്ലെ 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 മാർട്ടിൻ അവരെ നന്നായിട്ട് പഠിപ്പിച്ചു തുടങ്ങി. അങ്ങനെ പഠിക്കാൻ മോശമായിട്ടിരുന്ന കുട്ടികളും നന്നായിട്ട് പഠിച്ചു തുടങ്ങി. മാർട്ടിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് പതിയാൻ തുടങ്ങി. മാർട്ടിൻ 1-ാം റാങ്കിലേക്ക് ഉയർന്നു വന്നു. കൂട്ടുകാരെ, ഞാൻ ഈ പറഞ്ഞ കഥയുടെ സാരാംശം, നമ്മുടെ ഉള്ളിൽ അനുതപിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ആർക്കും പ്രേക്ഷിതനാകാം, അല്ലേ? നമ്മുടെ മാർട്ടിൻ്റെ ഉള്ളിൽ അനുതപിച്ച് പുതിയ ഒരാളായി തൻ്റെ ഉള്ളിലുള്ള നന്മയെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ മാർട്ടിൻ തയ്യാറായപ്പോൾ മാർട്ടിനും മാർട്ടിൻ്റെതായ രീതിയിലൊരു മിഷണറിയായി മാറുകയാണ്, അല്ലേ? അപ്പോൾ ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ പള്ളി വന്ന് വികാരിച്ചനോട് ഒരു അനുഗ്രഹം മേടിക്കാനായിട്ട് അദ്ദേഹം ചെന്നപ്പോൾ കൊടുത്ത ഉപദേശവും സ്വീകരിച്ചു. അപ്പോൾ അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ നന്മയുണ്ടായി തുടങ്ങി, അനുതാപമുണ്ടായി, മറ്റുള്ളവർക്ക് നന്മ കിട്ടി. മറ്റു കുഞ്ഞുങ്ങളും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആ കുഞ്ഞുങ്ങളും മെല്ലെ പഠനത്തിൽ ഉയർന്നു വന്നു. ഇനി നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഈ വിശ്വാസ പ്രഘോഷണം എന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ളൊരു സംഗതിയായിട്ട്? ഈശോ പറയുന്നുണ്ട്, പോകുവിൻ, പ്രഘോഷിക്കുവിൻ. നമ്മൾ ചാടി തിമിർത്ത് ആടി ഡാൻസ് ചെയ്തു. ഈ ഡാൻസ് ചെയ്യുമ്പോഴൊക്കെ അത്ര എളുപ്പമുള്ളൊരു സംഗതിയാണോ ഈ വിശ്വാസ പ്രഘോഷണം എന്ന് പറയുന്നത്? അല്ല. അത് അല്ല എന്ന് സ്ഥാപിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ക്ലാപ്പ് നടത്തിയാലോ? ഏത് ക്ലാപ്പാണ് നമുക്ക് ചെയ്യേണ്ടത്? ബട്ടർഫ്ലൈ ക്ലാപ്പ്. ഓക്കെ, തുടങ്ങാം. റെഡി? 1, 2, 3, സ്റ്റാർട്ട്. പറന്ന് പൊങ്ങട്ടെ. ഗുഡ്, താങ്ക് യു. പ്രിയ കൂട്ടുകാരെ, ഇനിയൊരു ചെറിയ ആക്ടിവിറ്റിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കെങ്ങനെ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാം? നിങ്ങൾ കൊച്ചുകുട്ടികളാണല്ലേ, ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്നു. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നിങ്ങളിപ്പോൾ ഈശോയെ പ്രഘോഷിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ കാണുമല്ലോ. ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടൊന്ന് തിരിഞ്ഞ് ഒരു 4 ഗ്രൂപ്പ് ഉണ്ടാക്കിക്കുക. ഈ 4 ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് 4 ഗ്രൂപ്പുകാരും ഒരു കാര്യം പറയണം.
ആരുടെയെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചതായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങളത് ഷെയർ ചെയ്യണം. എങ്ങനെയാണ് നിങ്ങളുടെ കൊച്ചു ജീവിതം ഈശോയെ പ്രഘോഷിക്കുന്ന ഒരു മാർഗമായിട്ട് മാറുന്നത് എന്ന് നിങ്ങളൊന്ന് പറയണം. തിരിഞ്ഞോളൂ, ഗ്രൂപ്പായിട്ട് തിരിഞ്ഞോളൂ. അപ്പോൾ നിങ്ങൾ റെഡിയായ സ്ഥിതിക്ക് നിങ്ങളുടെ അനുഭവത്തെ കേട്ടാലോ? ഒന്നാമത്തെ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് ആരാ പറയുന്നത്? ഓക്കെ, നമ്മൾ പറഞ്ഞോളൂ. ഞങ്ങൾ മാർഗംകളി മത്സരത്തിന് കയറുന്നതിന് മുമ്പും മത്സരം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴും കൈ പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് മറ്റു ഗ്രൂപ്പുകാരും അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിച്ചു. അത് പറഞ്ഞപ്പോൾ ഓർത്തെ, മോളുടെ ഗ്രൂപ്പിനല്ലേ ഇപ്രാവശ്യം സ്റ്റേറ്റിന് 1ാം സമ്മാനം കിട്ടിയത്? സ്റ്റേറ്റിൽ 2ാം സ്ഥാനം. 2ാം സ്ഥാനം. 2എങ്കിൽ 2, അതിനും കൊടുക്കുക ഒരു കൈയടി. അപ്പോൾ ഇവരെ പോലുള്ള കുട്ടികൾ മാർഗം കളി അല്ലെങ്കിൽ മറ്റു പ്രോഗ്രാംസൊക്കെ ആയിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ ആ പരിപാടി തുടങ്ങുന്നതിന് മുമ്പും കഴിയുമ്പോഴും മാറി നിന്ന് സ്വസ്ഥമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥിച്ചൊരുങ്ങുന്നതും കാണുമ്പോൾ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ തോന്നും. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ പ്രാർത്ഥിക്കുന്ന കുട്ടികളാണെന്നുള്ളൊരു ചിന്ത തീർച്ചയായിട്ടും അല്ലേ വരും. ഈശോയെ പ്രഘോഷിക്കുന്ന ഒരു വലിയ മാർഗമാണ്. ഇതൊരു എളിയ മാർഗമല്ല, വലിയ മാർഗമാണ്. അടുത്തതാരാ? 2ാമത്തെ ഗ്രൂപ്പ്. ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ദേവാലയങ്ങളോ ദൈവത്തിൻ്റെ തിരുസ്വരൂപങ്ങൾ കാണുമ്പോൾ കുമ്പിട്ട് വണങ്ങുകയും വിശുദ്ധക്കുരിശിൻ്റെ അടയാളം വരയ്ക്കുകയും ചെയ്യുന്നതിലൂടെ ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പ്രഘോഷിക്കാൻ സാധിക്കുന്നു. ഒരു സിമ്പിൾ ഉദാഹരണമാണ്, പക്ഷേ വളരെ വളരെ ശക്തിയുള്ളതാണ് അല്ലേ? നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ എത്രയോ സ്ഥലത്താണ് ഈശോയുടെ രൂപങ്ങളും കുരിശ് രൂപങ്ങളും പള്ളിയൊക്കെ കാണുന്നത് അല്ലേ? നെറ്റിയിലൊരു കുരിശ് വരയ്ക്കുന്നത് വഴി നമ്മുടെ ഉള്ളിൽ തന്നെ ഈശോയെ എന്നൊരു വിളി വരികയാണ് അല്ലേ? ഒരു പക്ഷേ നമ്മളെ കണ്ട് മറ്റുള്ളവരുടെ ഉള്ളിലും ആ ഒരു ചിന്ത ഉണ്ടായേക്കാം, അയ്യോ ആ കുഞ്ഞ് നോക്കി, അത് ഈശോയെ ഓർത്തല്ലോ, ഞാൻ ഓർത്തില്ല, ദൈവമേ ക്ഷമിക്കണമേ എന്നൊരു ചിന്ത അല്ലേ? പ്രഘോഷണമാണ് വീണ്ടും. ഇനി സർ, പണ്ട് ഞാൻ ഡാൻസ് പ്രോഗ്രാം ഒക്കെ കളിക്കുമായിരുന്നു. ഒരു തവണത്തെ ഡാൻസിന് ഈശോയുടെ ജനനം മുതൽ ഉദ്ധാനം വരെയുള്ള എല്ലാ സംഭവങ്ങളും കോർത്തിണക്കിയ ഒരു ഡാൻസ് ആയിരുന്നു. ആ ഡാൻസ് വഴി എനിക്ക് എൻ്റെ കൂട്ടുകാരിലേക്ക് ഈശോയെ പകർന്നു കൊടുക്കാൻ സാധിച്ചു. നല്ല കാര്യം. നോക്കിക്കേ, നമുക്ക് പല കൂട്ടുകാരുണ്ട്, പലർക്കും ഈശോയെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമുണ്ട്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ ഒരുങ്ങി മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അത് കണ്ടിട്ടാണ് ചിലപ്പോഴൊക്കെ മറ്റു പലരും ഈശോ ആരാണെന്നൊക്കെ അറിയുന്നത്. വളരെ നന്നായി. ഹൈന്ദവനായ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു എനിക്ക്. അന്നേരം ആ കൂട്ടുകാരൻ എന്നോട് ഒരു ദിവസം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ വെളുത്തയപ്പം കഴിക്കുന്നത് എല്ലാ ദിവസവും? അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു, അത് വെറും ഒരു വെളുത്തയപ്പമല്ല, അത് ഈശോയുടെ തിരുശരീരമാണെന്നും അത് വിശുദ്ധ കുർബാനയാണെന്നും പറഞ്ഞു കൊടുത്തു. അതുവഴി ഈശോയെ ആ കൂട്ടുകാരനെ മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് സാധിച്ചു. വളരെ നല്ല കാര്യം. നമ്മുടെ കൂട്ടുകാർക്ക് പലപ്പോഴും നമ്മുടെ പള്ളിയിലൊക്കെ വരാറുണ്ട്, നമ്മുടെ പല പ്രോഗ്രാംസിലും സംബന്ധിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ വിശുദ്ധ കുർബാനയെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമൊന്നും അവർക്കില്ല. അപ്പോൾ അവരവർക്കും ഇതൊരു പ്രസാദമാണ്, നമ്മൾ നേർച്ചയാണെന്ന് അല്ലേ? നമ്മുടെ പള്ളിയിൽ നമ്മൾ നേർച്ച കൊടുക്കുമ്പോഴാണോ ഈശോയുടെ തിരുശരീരം കൊടുക്കുന്നത്? അല്ല, ഇതൊരു നേർച്ചയല്ല, ഇതൊരു പ്രസാദമല്ല, മറിച്ച് ഈശോയുടെ ശരീരം തന്നെയാണ് അല്ലേ? വൈദികൻ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് അവിടെയുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് ഈശോയുടെ ശരീരമായിട്ടാണ് മറ്റൊരാളുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത് അല്ലേ? അപ്പോൾ അത് വ്യക്തമായിട്ടും നല്ല രീതിയിലും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കിട്ടിയ അവസരങ്ങളാണ്. അപ്പോൾ നമുക്കതിനെക്കുറിച്ചൊരു അറിവും ഉണ്ടാകണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ തെറ്റായ ഇൻഫർമേഷൻ നൽകി അവരുടെ ഉള്ളിൽ തെറ്റിദ്ധാരണ പടർത്താനായിട്ട് പറ്റും അല്ലേ? അപ്പം നമുക്കും നല്ല രീതിയിൽ അറിവുണ്ടാകണം, അത് നല്ല രീതിയിൽ പങ്കുവയ്ക്കാനും പറഞ്ഞു കൊടുക്കാനും നമുക്ക് കഴിയണം. പ്രഘോഷണത്തെക്കുറിച്ച് നമ്മൾ വളരെ ദീർഘമായിട്ട് സംസാരിച്ചല്ലേ? പക്ഷെ ഒരു കാര്യം നമുക്കറിയേണ്ടത്, ഈ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു സംഗതിയാണോ? അല്ല. കാരണം നമുക്ക് വിശുദ്ധ ഗ്രന്ഥം എന്താണ് പറയുന്നത് എന്ന് നോക്കാം. മോൾ വായിച്ചേ, മോൾ ഒരുങ്ങിയ ആ സുവിശേഷ വാചകം. മർക്കോസ് 6-ാം അധ്യായം 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. ചെരുപ്പ് ധരിക്കാം, 2 ഉടുപ്പുകൾ ധരിക്കരുത്. നോക്കുകയെ ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതത്ര ഈസി ആയിട്ടുള്ളൊരു പരിപാടിയല്ല. നമുക്ക് ഈശോയെ കൊടുക്കണമെങ്കിൽ അതിനകത്ത് കഷ്ടപ്പാടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് ശരിക്ക് എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടെ ഈശോയെ ഒരാൾക്ക് കൊടുക്കാനായിട്ട് കഴിയില്ല. എൻ്റെ വീട്ടിൽ എപ്പോഴും കഷ്ടപ്പാടും ദുരിതവും ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ ഞാൻ എന്തെന്ന് പറഞ്ഞാൽ
ഈശോയെ വേറൊരാൾക്ക് കൊടുക്കുന്നത് എന്ന് നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. പക്ഷേ ശരിയാണ്, എൻ്റെ വീട്ടിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമുണ്ട്, മറിച്ച് എൻ്റേത് ഒരു ചിരിക്കുന്ന മുഖമാണ്, പുഞ്ചിരിക്കുന്നൊരു മുഖമാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർ ചോദിക്കും, ഓ ഇത്രയൊക്കെ ബുദ്ധിമുട്ടും വേദനയുള്ള ഈ കുടുംബത്തിൽ എങ്ങനെ ഇവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങളെ നമുക്ക് കാണാൻ കിട്ടും അല്ലേ? കാരണം അവർ വിശ്വസിക്കുന്നത് ഈശോയിലാണ്, ഈശോയുടെ വചനത്തിലാണ്. പ്രഘോഷണം ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും അവർ അവരുടെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇനി ഒരു ബൈബിൾ വാചകം കൂടി നമുക്ക് കേൾക്കാം. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. അപ്പോൾ നമ്മൾ പ്രഘോഷിക്കാനായിട്ട് പോകുന്ന സ്ഥലം അത്ര എളുപ്പമുള്ളതല്ല. അവിടെ എല്ലാവർക്കും നമ്മളെ മനസ്സിലാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പ്രത്യേകിച്ച് എത്രയോ അച്ഛന്മാർ, എത്രയോ സിസ്റ്റേഴ്സ്, എത്രയോ ആൾക്കാർ സുവിശേഷ പ്രഘോഷണത്തിനായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പോകുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും എല്ലാവർക്കും മനസ്സിലാകാറില്ല. അവരുടെ നന്മ മറ്റുള്ളവർക്ക് മനസ്സിലാകാറില്ല. അവർ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ദൈവവചനം ചിലർക്ക് ഗ്രഹിക്കാനാകുന്നില്ല. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താ? അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, ചിലർ രക്തസാക്ഷികളാകുന്നു, ചിലർക്ക് ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടതായിട്ട് വരുന്നു. ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ? പക്ഷേ ഇതൊക്കെയാണെങ്കിൽ തന്നെയും ഈശോ പറയുന്നത് നിങ്ങൾ വിവേകികളായിരിക്കുവിൻ, നിങ്ങൾ ബുദ്ധിശാലികളായിരിക്കുവിൻ, നിങ്ങൾ നിർമ്മലരായിരിക്കുവിൻ, നിങ്ങളെ നയിക്കുന്നത് ഞാനാണ്, നിങ്ങളെ ഞാൻ കാത്തുപരിപാലിക്കും. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ദിവസം പ്രഘോഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അല്ലേ, ഈശോയെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ തീവ്രമായിട്ട് ചിന്തിക്കുകയായിരുന്നു അല്ലേ? ഏത് പാട്ടുപാടിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങിയത്? പോകുവിൻ പ്രഘോഷിക്കുവിൻ അല്ലേ? അത് ഈശോ നമ്മളോട് പറയുന്നതാ. പോകുവിൻ പ്രഘോഷിക്കുവിൻ, ഈശോയുടെ ഒരു ആഹ്വാനമാണ് അല്ലേ? പക്ഷെ പലപ്പോഴും നമ്മളത് കേട്ടിട്ട് നമ്മൾ ചിന്തിക്കും, ആരെങ്കിലുമൊക്കെ പോട്ടെ, ഞാനെന്നാ പോകാനാ. അങ്ങനെ ഒരു ചിന്ത ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ വന്നേക്കാം. വേറെ ആരെങ്കിലുമൊക്കെ ചെയ്യട്ടെ, ഞാനിവിടെ വീട്ടിൽ സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ടിരിക്കാം അല്ലേ? അത് ശരിയല്ല. ഇത്രയും പഠിച്ച സ്ഥിതിക്ക് നമുക്കൊരു ഉറച്ച തീരുമാനം എടുക്കണം. ഈശോയെ, നീ ഞങ്ങളോട് പോകുവിൻ പ്രഘോഷിക്കുവിൻ എന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ ഒരു തീരുമാനമെടുത്ത് പറയുന്നു, പോയിടും പ്രഘോഷിച്ചിടും. നമുക്ക് ആ പാട്ട് അങ്ങനെ ഒന്ന് പാടിയാലോ? റെഡിയാണോ? അപ്പം നമ്മൾ പാടാൻ പോകുന്നത്, ഈശോയെ നീ ഞങ്ങളോട് പോകാൻ പറഞ്ഞു, ഞങ്ങളിതാ പോകുന്നു, ഞങ്ങൾ പ്രഘോഷിക്കും. ഓക്കെ? റെഡി, 1 2 3 4. പോയിടും പ്രഘോഷിച്ചിടും പാരിതിൽ പ്രകാശിച്ചിടും. പോയിടും പ്രഘോഷിച്ചിടും പാരിതിൽ പ്രകാശിച്ചിടും. വചനം പകർന്നു നൽകിടും, മിശിഹാതൻ സാക്ഷിയായിടും. വചനം പകർന്നു നൽകിടും, മിശിഹാതൻ സാക്ഷിയായിടും. പോയിടും പ്രഘോഷിച്ചിടും പാരിതിൽ പ്രകാശിച്ചിടും. വചനവിത്തുകൾ പാകി ഞങ്ങൾ ജീവിത സാക്ഷിവേകി എന്നും ഘോഷിച്ചിടും ഭൂവിലെങ്ങും തിരുനാമം യേശുനാമം. വചനവിത്തുകൾ പാകി ഞങ്ങൾ ജീവിത സാക്ഷിവേകി എന്നും ഘോഷിച്ചിടും ഭൂവിലെങ്ങും തിരുനാമം യേശുനാമം. പ്രിയ കൂട്ടുകാരെ, ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഈ പാട്ട് പാടിയതിന് ഒത്തിരി നന്ദി. അത് നമ്മുടെ ഒരു ഉറച്ച തീരുമാനമാണ് അല്ലേ? ഈശോയെ പ്രഘോഷിക്കും എന്നെടുത്ത ഒരു തീരുമാനം. ആ തീരുമാനത്തിൽ നമുക്ക് ജീവിക്കാം, ഈശോയെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാം. നമ്മളിനി അടുത്ത ക്ലാസ്സിൽ കാണാൻ പോകുന്നത് സ്ലീഹന്മാരെക്കുറിച്ചാണ്. അവരാണ് പ്രഥമ പ്രഘോഷകർ. അവരെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.